സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശ്വരേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശ്വരേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും
നിന്നാത്മാവാൽ നയിക്കണമേ. ആത്മാക്കളെ നേടുവാൻ നിന്നാത്മാവാൽ നയിക്കണമേ. ആത്മാക്കളെ നേടുവാൻ നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ, നീ എന്നും എന്റേതു മാത്രം. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. പ്രൈസ് ദി ലോർഡ്. എല്ലാ മഹത്വവും യേശുവിൽ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശു നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണിത്. ഈ വാഗ്ദാനം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും ആത്മീയ സമാധാനവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. യേശു പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും. ആ വചനം ശ്രദ്ധിച്ച്, ഞാനത് ചെയ്ത് തന്നേക്കാം, തരുവായിരിക്കും എന്നല്ല യേശു പറഞ്ഞത്. യേശു അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ചെയ്ത് തരും. എൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, അതിങ്ങനെ ചോദിക്കുന്ന വ്യക്തി ധനികനോ ദരിദ്രനോ സൗന്ദര്യമുള്ളവനോ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്ത വ്യക്തിയോ രോഗിയോ പാവിയോ ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, അവിടെ ചോദിക്കുന്ന വ്യക്തിയുടെ യാതൊന്നും യേശു പറയുന്നില്ല. യേശു പറയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവ മകൻ കേരളത്തിലേക്ക്, കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി വരികയാണ്. ഇപ്പൊ ട്രെയിനിൽ വരുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബന്ധുവിൻ്റെ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ കുഞ്ഞിനെ ബന്ധു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന് സുവിശേഷത്തിന് വേണ്ടി കേരളത്തിൽ പോകാനായിട്ട്. അപ്പം ഈ കുഞ്ഞുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം കേൾക്കുന്ന വാർത്ത, ഇദ്ദേഹം ഒത്തിരി വൈകിപ്പോയി. ഇദ്ദേഹത്തിന് പോകേണ്ട ട്രെയിൻ 1 മണിക്കൂർ മുമ്പേ വിട്ടുപോയി. ഇദ്ദേഹത്തിന് ആ ട്രെയിനിൽ വന്നാലേ കൃത്യസമയത്ത് ശുശ്രൂഷയിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. വേറെ മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനും പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനും ഒക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലേക്ക് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ആ സ്റ്റേഷനിൽ തന്നെ ആ ദിവസം കഴിച്ചുകൂട്ടി അടുത്ത ദിവസത്തെ ട്രെയിന് പോകാമെന്ന് വിചാരിച്ചാൽ അന്ന് രാത്രി വലിയ തണുപ്പുള്ളത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഈ കുഞ്ഞിനെ തിരിച്ച് സുരക്ഷിതമായി ഇതിൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക്
യോഹന്നാൻ 14:14 എന്ന വചനം മുഴങ്ങിക്കേട്ടു. ഇദ്ദേഹം ഈ വചനം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരുമെന്നുള്ള വാഗ്ദാന വചനത്താൽ യേശുവേ, ഇപ്പോൾ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായ ഒരു കാര്യം, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം, യേശുവേ, വിട്ടുപോയ ട്രെയിൻ, പുറപ്പെട്ടു പോയ ട്രെയിൻ അങ്ങ് തിരികെ കൊണ്ടുവരണമേ. ഇവിടെ എന്ത് മണ്ടത്തരം പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കുന്ന. റെയിൽവേയിൽ അങ്ങനെ ഒരു നിയമമില്ല. ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ട് പോയാൽ ആ സ്റ്റേഷനിലേക്ക് അത് തിരിച്ചു വരിക, അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ് തിരിച്ചു വരാം. പക്ഷേ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു ട്രെയിൻ തിരിച്ചു വരിക അസാധ്യം. ഇവിടെ ഈ മനുഷ്യൻ ഈ വചനം വെച്ച് 45 മിനിറ്റ് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. കുറച്ച് മണിക്കൂർ മുമ്പ് പുറപ്പെട്ടു പോയ ട്രെയിൻ ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഇതാ ഈ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ഇദ്ദേഹത്തിന് സന്തോഷം അടക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഈ മനുഷ്യൻ ആ ട്രെയിൻ അവിടെ വന്നു നിന്നപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെയും എടുത്ത് ആ ട്രെയിനകത്തേക്ക് ഇദ്ദേഹം കയറുമ്പോൾ TTR ചോദിച്ചു, താൻ എന്തിനാണോ ഇത്ര ഒച്ചത്തില് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാറേ, എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? കഴിഞ്ഞ 45 മിനിറ്റായും ഞാൻ എൻ്റെ കർത്താവിനോട് ഈ ട്രെയിൻ തിരികെ കൊണ്ടുവരാൻ പ്രാർത്ഥിച്ചു. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ എൻ്റെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ അപ്പം TTR പറയും, എങ്കിൽ തൻ്റെ കർത്താവ് ജീവിക്കുന്നവനാണോ? ഈ ട്രെയിൻ പോകുന്ന വഴിക്ക് ഇഞ്ചൻ സൈഡിൽ എന്തോ ഒരു കംപ്ലൈന്റ് പോലെ തോന്നി. ഒരു അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് അവര് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററും ഈ ട്രെയിനകത്തുണ്ടായിരുന്ന സാറും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ തിരിച്ച് അയാൾ പറഞ്ഞാൽ ഇത് എടുത്തടുത്ത് കൊണ്ടുപോയി തന്നെ ശരിയാക്കിയിട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഞങ്ങളിത് തിരിച്ചു കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ ആ ട്രെയിന് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലായിരുന്നു. ആ യാത്ര, ആ ട്രെയിൻ കർത്താവ് അദ്ദേഹത്തിന് വേണ്ടി തിരികെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, അതിനകത്തേക്ക് അദ്ദേഹവും കുഞ്ഞുമായി യാത്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ ട്രെയിനിൽ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ഒരു മകള്, തൻ്റെ ജീവിത പങ്കാളി, വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ ട്രെയിൻ തിരികെ കൊണ്ടുവന്ന കാര്യം കേട്ടപ്പോൾ ഈ പെൺകുട്ടി, ഈ അമ്മ, ഈ ഭാര്യ കരഞ്ഞുകെട്ട് കർത്താവിനോട് പറയണേ, എങ്കിൽ യോഹന്നാൻ 14:14 കർത്താവേ, എൻ്റെ ജീവിതത്തിലും അങ്ങിപ്പോൾ മാംസം ധരിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിലും മാംസം ധരിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, എന്തു പറ്റിയെന്നറിയാമോ? ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയ ജീവിത പങ്കാളി എവിടെ ഉണ്ടെങ്കിലും കർത്താവേ, നാളെ പുലരുമ്പോൾ എൻ്റെ എൻ്റെ വീട്ടിനകത്ത് അദ്ദേഹം ഉണ്ടായിരിക്കണം കർത്താവേ. വിട്ടുപോയ ട്രെയിനെ തിരികെ കൊണ്ടുവന്നതുപോലെ എൻ്റെ ഭർത്താവിനെ അങ്ങ് തിരികെ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ കണ്ണീരോടെ യോഹന്നാൻ 14 വെച്ച് പ്രാർത്ഥിച്ചു. ഒരത്ഭുതമാണ്. ഈ സ്ത്രീ രാവിലെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് കിടന്ന് രാവിലെ മുറ്റമടിക്കുവാൻ വേണ്ടി ചൂലുമെടുത്ത് പുറത്തോട്ട് കതവ് തുറന്നു നോക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ ഒരാൾ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു പോയ, മാനസിക അസ്വസ്ഥത കൊണ്ട് ഉപേക്ഷിച്ചു പോയ തൻ്റെ ഭർത്താവ് വീട്ടിൻ്റെ മുറ്റത്ത് കതകിൻ്റെ അരികിൽ ഇരിക്കുകയാണ്. ഈ സ്ത്രീക്ക് സന്തോഷവും സങ്കടവും അടക്കാൻ പറ്റിയില്ല. ആ സ്ത്രീ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞിട്ട് കർത്താവിന് നന്ദിയും മഹത്വവും കൊടുത്തു. യേശു, പ്രിയപ്പെട്ടവരെ, അവരുടെ ഭർത്താവിനെ യേശു തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമുക്ക് 2 കാര്യം ഈ വചനത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ഒന്ന്, ഭൗതിക ആവശ്യങ്ങൾ, വിട്ടുപോയ ട്രെയിൻ, പിരിഞ്ഞുപോയ ഭർത്താവ്, അതുപോലെ മാറാ രോഗങ്ങള്, കടഭാരങ്ങള്, ഇതൊക്കെ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ അത് പ്രാപിച്ചെടുക്കാം. എന്നാൽ ഇതേ വചനം കൊണ്ട് നമുക്ക് സ്വർഗത്തിലെ സകല
കൃപയും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഈ വചനം ഏറെ ഇഷ്ടം തോന്നുന്നത് അത് ഭൗതിക കാര്യങ്ങൾ ഈ വചനം വെച്ച് നേടിയെടുക്കാം എന്നതിനേക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങൾ ഈ വചനം വെച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുക, കർത്താവേ, അധിക നാളായിട്ടുള്ള എൻ്റെ കോപ സ്വഭാവം നിന്റെ നാമത്തിൽ ഈ വചനത്താൽ എനിക്ക് മാറ്റിത്തരണമേ. അധിക നാളായിട്ടുള്ള എൻ്റെ അലസ മനോഭാവം യോഹന്നാൻ 14:14 പ്രകാരം യേശുവേ എനിക്ക് മാറ്റിത്തരണമേ. കർത്താവേ, എത്ര ശ്രമിച്ചിട്ടും എന്നിൽ നിന്ന് മാറിപ്പോകാത്ത തഴക്കദോഷമാകുന്ന അസൂയയും അഹങ്കാരവും അരിശവും മാത്സര്യവും ഭിന്നതയും വിഭാഗീയതയും യേശുവേ യോഹന്നാൻ 14:14 പ്രകാരം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എൻ്റെ മദ്യപാന ശീലം, എൻ്റെ അശ്ലീല സംഭാഷണം, എൻ്റെ അശ്ലീല അഭിനിവേശം, ജഡത്തിന്റെ ദുരാഗ്രഹങ്ങൾ യോഹന്നാൻ 14:14 പ്രകാരം യേശുവേ എനിക്ക് മാറ്റിത്തരണം. യേശുവരാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശുവിനോട് അവകാശം പറയാം. യേശുവേ, യോഹന്നാൻ 14:14 പ്രകാരം ഒരു കർണത്തടിക്കുന്നവനെ മറ്റേ കർണം കാണിച്ചു കൊടുക്കാനുള്ള ഒരഭിഷേകം എനിക്ക് നൽകണമേ. യേശുവേ, യോഹന്നാൻ 14:14 പ്രകാരം നിന്ദിക്കുന്നവരെ മുട്ടുകുത്തിന്ന് അനുഗ്രഹിക്കാനുള്ള ഒരഭിഷേകം എനിക്ക് നൽകണമേ. യോഹന്നാൻ 14:14 പ്രകാരം യേശുവേ, എന്നെ ശപിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിക്കാനുള്ള ഒരു അഭിഷേകം എൻ്റെ മേൽ തരണമേ. പ്രിയപ്പെട്ട, അങ്ങനെ സുവിശേഷത്തിന് ഉതകുന്ന, നിത്യതയ്ക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് യോഹന്നാൻ 14:14 കൂടി നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇത് സത്യത്തിൽ ഇന്ന് വരെ നമ്മൾ ഈ വചനം ഉപയോഗിച്ചത് വസ്ത്രത്തിനും ഭക്ഷണത്തിനും ആരോഗ്യത്തിനും അറിവിനും കൃപയ്ക്ക് ലോക നേട്ടങ്ങളും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് മുതൽ നമ്മൾ ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ പറയണം, യോഹന്നാൻ 14:14, യേശുവേ, കൊടിയ പാവികളെ അങ്ങ് മാനസാന്തരപ്പെടുത്തണമേ. കൊടിയ പാവികൾ, കർത്താവേ, ഒരിക്കലും കീഴടങ്ങാത്ത, ആർക്കും വിധേയപ്പെടാത്ത, എല്ലാറ്റിലും എഗേനായി നിൽക്കുന്ന, എല്ലാരെയും വിമർശിക്കുന്ന, എപ്പോഴും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന മക്കളെ യോഹന്നാൻ 14:14 പ്രകാരം ഈശോയെ നീ മാനസാന്തരപ്പെടുത്തണമേ. വ്യഭിചാരത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ യോഹന്നാൻ 14:14 പ്രകാരം കർത്താവേ ശുദ്ധത കൊണ്ട് നിറയ്ക്കണമേ. അതുപോലെ തന്നെ യേശുവേ, അങ്ങയുടെ നാമത്തെ പ്രതി മരിക്കാനുള്ള കൃപ യോഹന്നാൻ 14:14 പ്രകാരം എനിക്ക് നൽകണമേ. ഈ വചനം കൂടെ കൂടെ ആവർത്തിക്കുന്നത്, ഇത് മാംസം ധരിക്കണം. ഈ വചനം കൊണ്ട് സ്വർഗീയമായ സമ്പത്ത് നമുക്ക് സ്വർഗത്തിൽ നിന്നും പിടിച്ചു മേടിക്കാൻ പറ്റും. കാരണം ഇത് പരിശുദ്ധമായ യേശുവിൻ്റെ നാമത്തിൽ നമുക്കുള്ള ഉറപ്പാണ്. ഒരിക്കല് ഒരു സിസ്റ്റർ, വളരെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം ഉണ്ടായി. ഒരു സിസ്റ്റർ മരിച്ചുപോയ ഒരു വ്യക്തിയെ ഉയർപ്പിച്ചു. നമുക്കിത് അതിശയമായി തോന്നും, കാരണം ഇത് പത്രത്തിലൊന്നും വരുന്നില്ല, ഇത് പരസ്യങ്ങളൊന്നുമില്ല. പക്ഷേ അനേകരുടെ ജീവിതത്തിൽ രഹസ്യമായി യേശുവിൻ്റെ നാമം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുക, അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അത് ഈ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഒരു സാധാരണപ്പെട്ട സ്ത്രീ, ഒരു കന്യാസ്ത്രീ അമ്മ, തൻ്റെ ആത്മാവിൽ നിരന്തരം പറയുന്ന ഒരു വാക്യമുണ്ടായിരുന്നു, യേശു 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 നാമം ജയിക്കട്ടെ, യേശു 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 നാമം ജയിക്കട്ടെ. ഈ സിസ്റ്ററിന്റെ സുഹൃതവാക്യമാണിത്. സിസ്റ്റർ എപ്പം എവിടെ എന്ത് ചെയ്താലും ഇതിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ തപസ്സും പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ സിസ്റ്റർ, വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സിസ്റ്റർ, സഹിച്ച് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ഒരിക്കൽ ഒരു മരണ വീട്ടിൽ പോയി. അവിടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നതാണ്. സിസ്റ്റർ അവിടെ പ്രാർത്ഥിച്ചു, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവമഹത്വമൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ നേരത്ത് സിസ്റ്റർ കാതിലൊരു സ്വരം കേൾക്കുകയാണ്, നിന്നെ ഞാനിപ്പോൾ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇടവിടാതെ എൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ ഞാൻ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ഞെട്ടിപ്പോയി. എന്നിട്ട് കർത്താവിൻ്റെ ആത്മാവ് സിസ്റ്ററിനെ പറഞ്ഞു, നീ ആ ശവമഞ്ചത്തിൻ്റെ അരികിൽ ഇരിക്കുക. ആ
ആ സിസ്റ്റർ ആ ശവമഞ്ചത്തിന്റെ അരികിൽ ഇരുന്ന് പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് സിസ്റ്ററിനോട് ആത്മാവ് പറഞ്ഞു, നീ എപ്പോഴും പറയാറുള്ള ആ സുഹൃത ജപം ആവർത്തിച്ച് പറയുക. സിസ്റ്റർ ആ ശവമഞ്ചത്തിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പതുക്കെ കൈയെടുത്ത് ആ ശവമഞ്ചത്തിൽ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, യേശു 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 നാമം ജയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ അവ ഒരു അത്ഭുതം നടക്കുകയാണ്. മരണ വീട് സന്തോഷ വീടായി തീർന്നു, വിലാപ വീട് ആനന്ദ വീടായി തീർന്നു. മരിച്ച വ്യക്തി എഴുന്നേറ്റിരുന്നു. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്നറിയാമോ? യേശുവിന്റെ ശക്തി സിസ്റ്ററിന്റെ കരങ്ങളിലൂടെ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ചെല്ലുകയും മരിച്ചുപോയ ആള് എഴുന്നേൽക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വടക്കേ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം പറയാണ്, കർത്താവിന്റെ വചനം പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ച ഞാനത് ചെയ്ത് തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചനം കൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകരെ നേടാൻ പറ്റും. അനേകർക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് നമുക്ക് ഈ വചനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അനേകർക്ക് അനുതാപം കൊടുക്കണമേ എന്ന് നമുക്ക് ഈ വചനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അനേകർക്ക് വിശ്വാസത്തിന്റെ വർധനവ് കൊടുക്കണമേ എന്ന് നമുക്ക് ഈ വചനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അനേകർക്ക് സഹിക്കാനുള്ള ശക്തി, സഹനത്തിൽ ഓടി ഒളിക്കാനുള്ളതല്ല, സഹനത്തെ വെറുക്കാനല്ല, സഹനത്തെ മറക്കാനല്ല, സഹനത്തെ ഉപേക്ഷിക്കാനുള്ളതല്ല, സഹിക്കാനുള്ള, കർത്താവിന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള അഭിഷേകം യോഹന്നാൻ 14:14 പ്രകാരം നൽകണമേ. ദർശനങ്ങൾ കാണുവാനും സ്വർഗീയ വെളിപാടുകൾ സ്വീകരിക്കുവാനും ആത്മാവിൽ ജീവിക്കുവാനും ആത്മാവിനെ പ്രഘോഷിക്കുവാനും സ്വയം ശൂന്യരാക്കി തീർക്കാനും യേശുവിനെ മഹത്വപ്പെടുത്താനുമുള്ള കൃപയൊക്കെ നമുക്ക് ഈ വചനത്തിൽ പ്രാപിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ ഒരു ഉറപ്പ്, അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ഈ ഒരു ഉറപ്പ് യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഉറപ്പാണ്. യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഉറപ്പാണ്. യേശുവിനെ ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഉറപ്പാണ്. യേശുവിനോടൊപ്പം നിലകൊള്ളുന്ന സകലർക്കും യോഹന്നാൻ 14:14 ഒരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. യോഹന്നാൻ 14:14 പ്രകാരം, കർത്താവേ, ഞങ്ങൾ അനേകരുടെ മാനസാന്തരം ആവശ്യപ്പെടുന്നു, അനേകരിൽ ദൈവ കൃപ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 14:14 പ്രകാരം അനേകർക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ള വരം അങ്ങ് കൊടുക്കണമേ ഈശോയെ. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനത്തിലൂടെ നിരന്തരം ചോദിക്കേണ്ട കാര്യം. ഇതൊക്കെ നമ്മൾ ചോദിക്കുക. അതുപോലെ സുവിശേഷ വേല ചെയ്തിട്ട് വീണുപോയ അനേകരെ യോഹന്നാൻ 14:14 പ്രകാരം യേശുവേ അങ്ങ് വീണ്ടും ഉയർപ്പിക്കണമേ, വീണ്ടും അവരെ നിലനിർത്തണമേ, വീണ്ടും അവരെ നയിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സുവിശേഷ വേലയിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ വീണുപോയവരെ കർത്താവ് ഈ വചനത്തിന്റെ വാഗ്ദാന പ്രകാരം എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാര്, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ദർശനങ്ങളും വെളിപാടുകളും പ്രവചനങ്ങളും അവരൊക്കെ കർത്താവിന്റെ സാക്ഷികളുമാകാൻ വേണ്ടി യോഹന്നാൻ 14:14 കുഞ്ഞുങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും നിക്ഷേപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ വീട്ടിനകത്ത് ഭയത്തില്, ഉത്കണ്ഠയില്, നിരാശയില്, ദുഃഖത്തില്, നെടുവീർപ്പില്, ആകുലതയില്, അസ്വസ്ഥതയില് കഴിയുന്ന മക്കളുണ്ടെങ്കിൽ യോഹന്നാൻ 14:14 പ്രകാരം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോടെന്തെങ്കിലും ചോദിച്ചാൽ, അത് പരിശുദ്ധാത്മാവാകട്ടെ, സ്വർഗത്തിലെ വരങ്ങളാകട്ടെ, ദാനങ്ങളാകട്ടെ, സ്വർഗീയമായ വചനങ്ങളാകട്ടെ, സ്വർഗീയ പ്രത്യാശയാകട്ടെ, സ്വർഗത്തെക്കുറിച്ചുള്ള തീഷ്ണതയാകട്ടെ, എന്തും സ്വർഗത്തിലെ എന്തും നമ്മുടെ മേൽ കർത്താവ് വിട്ടുതരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനത്തിന്റെ ഒരു അഭിഷേകം, ഈ വചനത്തിന്റെ ഒരു നിറവ് യോഹന്നാൻ 14:14 പ്രകാരം
നമ്മുടെ ഇടയിലുള്ള അനേകം വിശുദ്ധരെ ഈ വചനപ്രകാരം കർത്താവ് പോറ്റിയിട്ടുണ്ട്. അനേകരെ മരണത്തിൽ നിന്നും, മരണത്തിൻ്റെ നിഴലിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, തീരാ ഞെരുക്കങ്ങളിൽ നിന്നും, തോറാ കണ്ണീരിൽ നിന്നും യോഹന്നാൻ 14 വചനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് സംരക്ഷിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ 14:14 ആ ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ അനേകരുടെ മേലിടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും. തന്നേക്കാമെന്നല്ല, വീണ്ടും ഓർക്കണം, തരുമായിരിക്കുമെന്നല്ല, തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ ഈ വചനത്തിൻ്റെ ഒരഭിഷേകം, ഈ വചനം കൊണ്ട് സ്വർഗത്തിലെ സകല കൃപകളും സ്വന്തമാക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന